സർ, ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ചില നിലപാടുകൾ. അതായത് ശശി തരൂരിനെ ഒരു പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടുത്തി മോദി വിദേശ രാജ്യത്തേക്ക് അയക്കാൻ പോകുന്നു. അതേക്കുറിച്ചുള്ള വാദകോലാഹലങ്ങളാണ്. അപ്പോൾ നമുക്ക് സംശയം, ഇതിപ്പം രാഹുൽ ഗാന്ധിക്ക് ഉള്ള മാത്രം അജണ്ടയാണോ, അതോ മുൻഗാമികൾ ഈ രാഹുലിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ തന്നെ ഈ കോൺഗ്രസ്സിലെ മറ്റു നേതാക്കളോട് ഇങ്ങനെയാണോ കാണിച്ചിട്ടുള്ളത്? അതിലൊരു സംശയവും വേണ്ട. സിനുജിയുടെ ചോദ്യം വളരെ ശരിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിലുള്ള താരതമ്യത്തിൽ ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. ആളുകളെ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവിൽ, ഒരാശയം വ്യക്തമാക്കാനുള്ള കഴിവിൽ, പ്രസംഗ പാടവത്തിൽ, ബുദ്ധിശക്തിയിൽ, ആഗോള വ്യാപകമായിട്ടുള്ള പരിചയത്തിൽ, ഇതിലെല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ശശി തരൂർ. അത് എല്ലാവർക്കും അറിയാം. ആ ഒറ്റ കാര്യം കൊണ്ട് ശശി തരൂർ രാഹുൽ ഗാന്ധിയുടെ ശത്രുവായി. ഇത്രയും വലിയ പ്രഭാഷകനായിട്ട് പോലും പ്രസംഗിക്കാൻ ഒരവസരവും അദ്ദേഹത്തിന് ആ പാർലമെൻറ്റിൽ കൊടുക്കാറില്ല. ഇത് നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബമുദ്രയാണ് ഈ പ്രശ്നം. അതിൻ്റെ ഇത് രാഹുൽ ഗാന്ധിയിൽ മാത്രം തുടങ്ങിയ ഒന്നല്ല. നമുക്ക് ഓരോരുത്തരും എടുത്തു നോക്കാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ തുടങ്ങുന്നു. മോത്തിലാലിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ എന്താ പറയേണ്ടത്, വളഞ്ഞ വഴികളും സ്വീകരിച്ച് അധികാരത്തിൽ എത്തിച്ചേർന്ന ഒരാളാണ്. അല്ല എന്നുള്ള പ്രചരണം തെറ്റാണ്, തീർത്തും തെറ്റാണ്. വളഞ്ഞ വഴികളാണ് നെഹ്റുവിന് എന്നും താല്പര്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സിന്ദൂരം, മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ നെഹ്റു ഒരാൾക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ അധര സിന്ദൂരം പകർന്നിട്ടുള്ളൂ. അത് ലേഡി മൗണ്ട് ബാറ്റനാണ്. അപ്പോൾ അതുകൊണ്ട് ലേഡി മൗണ്ട് ബാറ്റന് അദ്ദേഹം നൽകിയ അധര സിന്ദൂരമാണ് കോൺഗ്രസ്സുകാരിൽ പലരുടെയും സംബന്ധിച്ചിടത്തോളം ഈ സിന്ദൂരം എന്ന് പറയുമ്പോൾ. അതുതന്നെയാണ് ഈ കൊച്ചുമകൻ്റെ കൊച്ചുമകനോ ആയിരിക്കുന്ന രാഹുലിനും. നെഹ്റു ഇദ്ദേഹത്തെക്കാൾ കാര്യവിവരം ഉണ്ട്, കഴിവുണ്ട് എന്നതുകൊണ്ട് മാത്രം പുറത്താക്കിയിട്ടുള്ള പേരൂർ സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേൽ, അംബേദ്കർ, KM മുൻഷി, പിന്നെ സവർക്കർ, എത്ര പേരെയാണ് കോൺഗ്രസ്സിൽ അടുപ്പിക്കാതെ കോൺഗ്രസ്സിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച് ഇവരെക്കാട്ടിയൊക്കെ കഴിവുള്ള ആളാണ് നെഹ്റു എന്നാണ്. കാരണം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇവർ വരാൻ പാടില്ല. ഇനി ഇന്ദിരാഗാന്ധി ഇത് 69 സ്പ്ലിറ്റിന് ശേഷം, ആ സ്പ്ലിറ്റിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന് ഒരു ചേഞ്ച് പാർട്ടിയിൽ വേണം, പഴയ രീതിയിലുള്ള പ്രവർത്തനം പറ്റില്ല എന്ന് പറഞ്ഞ് ആ മാറ്റത്തിന് നേതൃത്വം കൊടുത്ത യങ് ടർക്സ് എന്നറിയപ്പെട്ടിരുന്ന യുവതുർക്കികൾ എന്നുള്ളതാണ്. ആ യുവതുർക്കികളിൽ വളരെ പ്രധാനപ്പെട്ടവരെന്ന് പറഞ്ഞാൽ S. ചന്ദ്രശേഖറായിരുന്നു. ചന്ദ്രശേഖർ പിന്നീട് പ്രധാനമന്ത്രിയായിട്ടുണ്ട്. S. ചന്ദ്രശേഖർ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്നു. അത് മത്സരിച്ച് ജയിച്ച് വർക്കിംഗ് കമ്മിറ്റിയിലെത്തിയ ആളാണ്. ഇന്നത്തെ രീതിയിൽ നോമിനേറ്റഡ് വർക്കിംഗ് കമ്മിറ്റിയല്ല, മത്സരിച്ച് ജയിച്ച് വർക്കിംഗ് കമ്മിറ്റിയിലെത്തിയ UP യിൽ നിന്നുള്ള ക്ഷത്രിയനായിരുന്നു. മോഹൻ ദാരിയ, ലക്ഷ്മി കാന്തമ്മ, പിന്നെ ഉപരാഷ്ട്രപതിയൊക്കെ ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഇവർ 4 പേരുമായിരുന്നു അതിനെ നയിച്ചുകൊണ്ടിരുന്നത്. ആ 4 പേരെയും ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കി. പല കാരണങ്ങൾ കൊണ്ട്. കാരണങ്ങൾ പലതാവും അല്ലേ? കാരണങ്ങൾ പലതാണ്, പക്ഷേ ഇവരെല്ലാവരും പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ദിരാഗാന്ധിയേക്കാൾ സ്വാധീനവും കഴിവും ഇവർക്കുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ വരുന്ന സ്വാഭാവികമായ ഇൻഫീരിയോറിറ്റിയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അസൂയ അല്ലേ? അസൂയ, കുശുമ്പ്, കുന്നായ്മ, അതാണ് സംഭവം. ഇനി അവരുടെ മകൻ വന്നപ്പോൾ, രാജീവ് ഗാന്ധി വന്നപ്പോഴെന്താ സംഭവിച്ചത്? രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞപ്പോഴേക്കും രാജീവ് ഗാന്ധിയുടെ കൂടെ ഒരു സംഘം വന്നു. VP സിംഗ് വന്ന്, അരുൺ നെഹ്റു വന്നു, അരുൺ സിംഗ് വന്ന്, പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇങ്ങനൊരു സംഘമാണ് ഒരു യുവാവായ പ്രധാനമന്ത്രി വരുമ്പോൾ ആ യുവാവായ പ്രധാനമന്ത്രിയെ നയിക്കുന്നതിന് വേണ്ടി ഉണ്ടായത്. അതിൽ തന്നേക്കാൾ കഴിവ് ഇവർക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ നിമിഷം അവരെല്ലാവരെയും പുറത്താക്കി. അവരെല്ലാവർക്കും കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. ഇനി
സോണിയാഗാന്ധി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സോണിയാഗാന്ധി ഈ പാരമ്പര്യത്തിൽ നിന്ന് ഒട്ടും മാറിയില്ല. കോൺഗ്രസ്സിൽ അവരെക്കാൾ സ്വാധീനമുണ്ട്, അവരെക്കാൾ ജനപ്രിയരാണ് എന്ന് ബോധ്യപ്പെട്ട മമതാ ബാനർജി തുടങ്ങി ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ശരത് പവാർ വരെയുള്ളവരെല്ലാവരെയും പുറത്താക്കിക്കൊണ്ടിരുന്നു. അതേ പാരമ്പര്യം തന്നെയാണ് ഈ നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബ മുദ്രയാണ് നമുക്ക് രാഹുലിൻ്റെ ഈ പ്രവൃത്തിയിൽ കാണാൻ കഴിയുന്നത്. എന്നുവെച്ചാൽ ആ കുടുംബത്തിലുള്ളൊരു മൊത്തം കുത്തിത്തിരിപ്പുകാരാണെന്ന് പറയുന്നത്. അല്ല, അവരെക്കാൾ കഴിവുണ്ട് എന്ന് ആരെ ബോധ്യപ്പെട്ടാലും അവരെ വെട്ടിക്കളയും. ഇതൊക്കെ പലപ്പോഴും അധികാരത്തിൻ്റെ മത്സരത്തിൽ ഇതെല്ലാം വന്ന് പെടാറുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും ഒരു കുടുംബം മൊത്തത്തിൽ ഇതൊരു ആസൂത്രിതമായ രീതിയിൽ നടപ്പിലാക്കുന്നത് കാണാവുന്നത് ഇവിടെ മാത്രമാണ്. ഇനി ഈ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിയും വിവേകവും ഔചിത്യവും ഇല്ല എന്ന് ആരെങ്കിലും പറയുമ്പോഴൊക്കെ മറ്റേ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ ട്യൂട്ടർ ഉണ്ടല്ലോ, ജയറാം രമേശാണ് ഇപ്പോഴത്തെ ട്യൂട്ടർ. ആ ട്യൂട്ടർ ഉടൻ തന്നെ ചാടി വീണ് അദ്ദേഹം മഹാബുദ്ധിമാനാണ് എന്ന് പറയുകയും മലയാളത്തിലുള്ള മാധ്യമങ്ങൾ അത് ഏറ്റുപാടിയിട്ട് രാഹുൽ ഏക്ക് മഹാൻ ഹേ എന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. കുഴപ്പമൊന്നുമില്ല അതിനകത്ത്. പക്ഷെ ഒരു കാര്യമുണ്ട്, തലക്ക് സ്ഥിരമുള്ള ഒരാളും ഇന്ത്യക്ക് എത്ര വിമാനം ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് യുദ്ധത്തിൻ്റെ നടുക്ക് വെച്ച് ചോദിക്കില്ല. യുദ്ധത്തിൻ്റെ നടുക്ക് വെച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ശത്രുവാണ്. യുദ്ധം പ്രഖ്യാപിക്കുന്നത് വ്യക്തിയല്ല, രാജ്യമാണ്. ആ രാജ്യം നിലനിൽക്കണം. ഈ യുദ്ധത്തിൽ തോറ്റുകഴിഞ്ഞാൽ ഈ രാജ്യമില്ല. അപ്പോൾ ആ രാജ്യം നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ സൈന്യം പടപൊരുതിക്കൊണ്ടിരിക്കുക. അവർ ജീവൻ വെച്ചുള്ള കളിയാണ്. അങ്ങനെ ആ ജീവൻ വെച്ച് അവർ ജീവൻ ത്യജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ ആവശ്യമാണ് നമുക്ക് കൂടുതൽ നഷ്ടം വന്നു എന്ന് സ്ഥാപിക്കേണ്ടത്. എല്ലാ ശത്രുരാജ്യങ്ങളും അങ്ങനെയാണ്. എല്ലാ ശത്രുരാജ്യങ്ങളും നുണ പറയും. ഇതിൻ്റെ യുദ്ധമുഖത്ത് നുണ പറയുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ശീലത്തിലുള്ളതാണ്, ഇപ്പോൾ ഉള്ളതല്ല. അത് അശ്വത്ഥാമ ഹത കുഞ്ചര എന്നുള്ള പ്രസിദ്ധമായ സാധനം മഹാഭാരതത്തിലുള്ളതാണ്. മഹാഭാരതത്തിൽ ദ്രോണരെ വീഴ്ത്തണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യമുള്ളൂ, അത് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയണം. അത് വിശ്വാസമുള്ള ഒരുത്തൻ പറയണം. ആ വിശ്വാസമുള്ള ഒരുത്തനായിട്ട് അവർ കണ്ടെത്തിയത് ധർമ്മപുത്രരെയാണ്. ധർമ്മപുത്രർ അവിടെ പോയിട്ടിരുന്നാണ് പറയുന്നത് അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞിട്ട് സ്വരം താഴ്ത്തി ആന എന്നും പറഞ്ഞു കുഞ്ചര. അപ്പോൾ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളിൽ പെട്ടതാണ് ഈ നുണ പ്രചരിപ്പിക്കുക എന്നുള്ളത്. ആ യുദ്ധതന്ത്രത്തിൽ ഈ നുണ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം അതിവിദഗ്ധമായി എന്തും ചെയ്തിട്ടുള്ള രാജ്യം പാകിസ്ഥാനാണ്. അതിപ്പോഴും പറഞ്ഞല്ലോ, നമ്മുടെ 3, 5, 7 വിമാനങ്ങൾ വരെ തല്ലി തകർത്തു എന്ന് പറയുന്നത്. അത് പാകിസ്ഥാൻ്റെ ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തെ, പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തെയും ആ പാകിസ്ഥാനിലെ ജനങ്ങളെയും ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നുണ പ്രചരിപ്പിച്ചേ പറ്റൂ. ആഗോള മാധ്യമങ്ങളിലേക്ക് വാർത്ത കൊടുത്തത് പ്രചരിപ്പിക്കണം. അത് യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്, അല്ലാതെന്ന് പറയുന്നില്ല. പക്ഷേ അത് പാകിസ്ഥാൻ നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ തന്ത്രമാണ്. ആ ശത്രുരാജ്യത്തിൻ്റെ യുദ്ധതന്ത്രം ഇന്ത്യയിൽ ജീവിച്ച് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് എന്നുള്ളിടത്താണ് രാജ്യദ്രോഹം അടങ്ങിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ അൺപാട്രിയോട്ടിക് ക്വസ്റ്റ്യൻ. അൺപാട്രിയോട്ടിക്കാണ്. ഒരു ദേശസ്നേഹിയും ഈ ഘട്ടത്തിൽ അത് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? യുദ്ധം, വൺ ബാറ്റിൽ ഈസ് ലോസ്റ്റ് ഓർ വിൻ ഓർ വൺ. ഒരു തീർന്ന്, പക്ഷേ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാറ്റിലുമുണ്ട്, വാറുമുണ്ട്. ഒരുപാട് ബാറ്റിൽസ് ചേരുമ്പോഴാണ് വാർ വരുന്നത്. നമുക്കൊരു ബാറ്റിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അതെ. പക്ഷേ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലോകവ്യാപകമായി പാകിസ്ഥാൻ ഒരു ടെറർ രാജ്യമാണ് എന്നും
ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ ഹാച്ചറിയാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നും ലോക സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത് ചെയ്യുന്നത്. എല്ലായിടത്തും പോയിട്ട് ഞങ്ങളുടെ അടുത്ത് ഇന്ന തെളിവുകളുണ്ട്, ഇന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇത് മാറ്റണം എന്ന് പറയുന്നതിന് വേണ്ടി പോകുന്നതാണ്. അതിൽ പോകാനുള്ളവരെ നിശ്ചയിച്ച സമയത്ത് മാത്രവുമല്ല, ഫോറിൻ അഫയേഴ്സിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആര്, ശശി തരൂർ. ഇവരെല്ലാം നിശ്ചയിച്ചിട്ട് അങ്ങേരെ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞതിൽ അതാണ് വ്യക്തിവൈരാഗ്യം. അപ്പോൾ ഈ ശശി തരൂർ പറയുന്നുണ്ട് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം ഇല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇന്ത്യ മഹാരാജ്യം ഇല്ലെങ്കിൽ ആ മഹാരാജ്യം ഇങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ എല്ലാ ദേശസ്നേഹികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മളുടെ ജനങ്ങളുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ സൈന്യ അതിർത്തിയിൽ വെടിയുണ്ടക്ക് മുന്നിൽ നിന്ന് സമരം ചെയ്യുന്ന സന്ദർഭത്തിലാണ് പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യത്തിന് വേണ്ടി പ്രചാരണം നടത്തുന്നതിൻ്റെ ഭാഗമായി രാഹുൽ ഗാന്ധി ഇതിന് തയ്യാറായിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ അപകടം. അതാണത് രാജ്യദ്രോഹമായിട്ട് മാറുന്നത്. ആ രാജ്യദ്രോഹത്തിൻ്റെ ഭാഗം തന്നെ ആയിട്ടാണ് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര വേദികളിൽ അറിയപ്പെടുന്ന, ഐക്യരാഷ്ട്രസഭയിലെ ദീർഘകാലമായ ഉദ്യോഗസ്ഥനായിരുന്ന, ഈ രാജ്യങ്ങളിലെല്ലാത്തിലും ഈ വ്യക്തിപരമായി തന്നെ പരിചയവും അടുപ്പവുമുള്ള ഒരാൾ നമ്മുടെ രാജ്യത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും നമ്മുടെ രാജ്യം പാകിസ്ഥാനിൽ നിന്ന് നേരിടുന്ന ഈ തീവ്രവാദ ഭീഷണിയെക്കുറിച്ചും പറയുമ്പോൾ കിട്ടുന്ന വിശ്വാസ്യതയുണ്ടല്ലോ, ആ വിശ്വാസ്യത ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൂടിയാണ് രാഹുൽ ഗാന്ധി ശശി തരൂർ പോകരുത് എന്ന് പറയുന്നത്. എന്തൊരു ഹീനനാണെന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു ഹീനനാണ്. ഇതുപോലൊരു ഹീനൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടില്ല. ഇങ്ങനെ പറയരുത് എന്ന് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കൊടുക്കാൻ AICC പ്രസിഡൻ്റ് എന്ന് പറഞ്ഞൊരു പോങ്ങൻ അവിടെ കയറിയിരിക്കുന്നുണ്ട്. അയാൾക്ക് കഴിയില്ല. പോങ്ങൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും തോന്നരുത്, പോങ്ങനായിട്ട് തന്നെയാണ്, അയാൾക്ക് കഴിയില്ല. പിന്നെ ജയറാം രമേശിനെ കുറിച്ച് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുള്ളൊരു കമൻ്റ് ഉണ്ട്. ഇങ്ങനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. ഗുലാം നബി ആസാദിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, AICC ഓഫീസിൽ ക്ലാർക്കായിട്ട് വന്നവരൊക്കെയാണ് ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്ന്. ക്ലാർക്ക് ഒരു മോശം പണിയല്ല, പക്ഷേ പാർട്ടി നേതാവായിട്ട് വന്നതല്ല. പാർട്ടിയിൽ കണക്കെഴുതാൻ വേണ്ടി വന്നതിന് ശേഷം യുവരാജാവിൻ്റെ യുവനിർഭൻ, അതാണ് കുമാരനാശാൻ്റെ വാക്ക് ഉപയോഗിച്ചതിന് യുവനിർഭനാണ്. ആ യുവനിർഭൻ്റെ ഉപദേഷ്ടാവായിരിക്കുന്ന ജയറാം രമേശനും ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു രാജ്യദ്രോഹത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി കൂട്ടു നിൽക്കുന്നു എന്നുള്ളത് പരിതാപകരമാണ്. ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ പാർട്ടി നേതാക്കൾ പറയണം. കാരണം ഏറ്റവും കുറവ് ദേശസ്നേഹികൾ ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലം കേരളമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ അവക്ഷിപ്തങ്ങളായിട്ട് നിൽക്കുന്നവരെ ഇപ്പോൾ അവക്ഷിപ്തങ്ങളാണ്. അതിൻ്റെ എല്ലാ ഓജസ്സും നഷ്ടപ്പെടുത്തി കഴിഞ്ഞു, അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. എല്ലാം നഷ്ടപ്പെടുത്തിയതിന് ശേഷം നിൽക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക തന്നെ വേണം എന്നാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.